ഹായ്, മിൻഹാജ് ബിൽഡേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈറ്റിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. സൈറ്റിലേക്ക് പോകുന്ന വഴിയിലൂടെയുള്ള ഓരോ കാഴ്ചകളും ഓരോ സംസാരങ്ങളും എല്ലാം നമുക്ക് ഭാവിയിൽ ഓർത്തിരിക്കാവുന്ന കുറേ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഓരോ സൈറ്റും ഓരോ പുതിയ കഥകളാണ്, ഓരോ പുതിയ പാഠങ്ങളാണ്. കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്തൊരു പാഠപുസ്തകമാണ്. പ്രതിദിനം മാറുന്ന ഡിസൈൻ ട്രെൻഡുകൾ, പുതിയ പുതിയ പ്രോഡക്റ്റുകൾ, വൈവിധ്യമാർന്ന രീതികൾ, ഓരോ ഘട്ടവും അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു യാത്രയാണ് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓരോ ക്ലയൻറ്റിനും സ്വന്തം സ്വപ്നങ്ങൾ, അവരുടെ രുചികൾ, ചിലർക്ക് കണ്ടംപററി സ്റ്റൈലിൻ്റെ സിംപ്ലിസിറ്റി, ചിലർക്ക് ട്രഡീഷണലിൻ്റെ തനിമ, ചിലർക്ക് ഫ്യൂഷൻ്റെ ചാരുത, മറ്റു ചിലർക്ക് കൊളോണിയൽ സ്റ്റൈലിൻ്റെ രാജസിക ഭാവം. മലയാളികളുടെ വീടും സ്വപ്നങ്ങളും വൈവിധ്യങ്ങളും മനോഹാരിതയിലും ലോകത്ത് തന്നെ അതുല്യമായി നിൽക്കുന്ന പല ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ജോലിയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ആ ഓരോരുത്തരുടെയും സ്വപ്നത്തെ അവരുദ്ദേശിക്കുന്ന തരത്തിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കി കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജോലിയിലൊരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്, ഒരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നുന്നത്. ഇപ്പോൾ ഓരോ ക്ലയൻറ്റിനും അവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ അല്ലെങ്കിൽ അവരുടെ ചില ഇഷ്ടങ്ങൾ ചിലപ്പോൾ നടക്കാത്തത്, അതല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അവരെന്തെങ്കിലും ഒരു പരിഭവമോ അല്ലെങ്കിൽ ഒരു വിഷമമോ പറയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്നെയൊക്കെ സംബന്ധിച്ചത് ഭയങ്കരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ആത്മാർത്ഥമായിട്ടാണ് നമ്മളൊരു ജോലിയെ സമീപിക്കുന്നത് തന്നെ. നമ്മളൊരാളിലേക്ക് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ സ്വപ്നങ്ങളും അതുപോലെ തന്നെ നിവർത്തിച്ചു കൊടുക്കണം, അതിലൊരു കുറവും വരരുത് എന്നുള്ളൊരു ആത്മസമർപ്പണമാണ് ഞാനൊക്കെ ജോലിയിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ റിസൾട്ട് എനിക്ക് കിട്ടും വേണമെന്നുള്ളത് എൻ്റെ നിർബന്ധമാണ്. പക്ഷേ ചില സമയങ്ങളിലൊക്കെ പണിക്കാരും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഏതൊരു മേഖലയിലും നമ്മൾ പോലും വിചാരിക്കാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. വലിയ വലിയ കാര്യങ്ങളുണ്ടാവും, നമ്മൾ അശ്രദ്ധ കുറവുകൊണ്ടാണ്. അതിൽ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതാരും ചിന്തിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സ്വപ്നം, എൻ്റെ ജീവിതം, എൻ്റെ ജോലി അത് പരിപൂർണമാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടുവെച്ച എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ കഴിയുക, അവരുടെ ആഗ്രഹങ്ങളും അതിനോടൊപ്പം സാധിപ്പിക്കാൻ കഴിയുക, അവരുടെ സന്തോഷങ്ങളിൽ ഒരു ഭാഗമാവാൻ കഴിയുക, അതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലെ ഒരുപാട് കാര്യങ്ങൾ, പല കാര്യങ്ങളും പല ഘട്ടങ്ങളും തരണം ചെയ്തിട്ടാണ് നമ്മളൊരു കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മുടെ ഒരു വീടിൻ്റെ വർക്ക് പൂർണ്ണമാകുന്നത്. അത് പല ക്ലയൻസിനും പല രീതിയിലാണ് അവരുടെ ഓരോ അപ്രോച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിലൊക്കെ നമുക്ക് മുന്നിട്ട് നിന്ന് അവരുടെ